ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു ചക്രവർത്തിക്ക് അയൽ രാജ്യത്തെ ഒരു പ്രശസ്ത ശില്പി അപൂർവമായ 3 പാവകളെ സമ്മാനമായി നൽകി. തൂവെള്ള മാർബിളിൽ തീർത്ത ആ പാവകൾ കണ്ടാൽ ഒരേ അച്ചിൽ വാർത്തതുപോലെ തോന്നുമായിരുന്നു. അവയുടെ പുഞ്ചിരിയും ഉടയാടകളും എല്ലാം ഒരേപോലെയായിരുന്നു. എന്നാൽ ശില്പി ചക്രവർത്തിയോട് ഒരു രഹസ്യം വെളിപ്പെടുത്തി. പ്രഭോ, ഇവ 3 കാണാൻ ഒന്നുപോലെയാണെങ്കിലും ഇവയുടെ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഈ പാവകൾ സഹായിക്കും. പാവകളിൽ ഏറ്റവും ഉത്തമമായത് ഏതെന്ന് കണ്ടെത്താൻ കൊട്ടാരത്തിലെ പലതും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ ചക്രവർത്തിയുടെ വിവേകിയായ മന്ത്രി മുന്നോട്ട് വന്നു. അദ്ദേഹം ഓരോ പാവകളുടെയും കാതുകളിൽ സൂക്ഷ്മമായ ഒരു ദ്വാരമുണ്ടെന്ന് കണ്ടെത്തി. മന്ത്രി ഒരു നൂലെടുത്ത് പാവകളെ ഓരോന്നായി പരിശോധിച്ചു. ഒന്നാമത്തെ പാവയുടെ ഇടത്തെ കാതിലൂടെ നൂൽ കടത്തിയപ്പോൾ അത് ഉടൻ തന്നെ വലത്തെ കാതിലൂടെ പുറത്തു വന്നു. മന്ത്രി പറഞ്ഞു, ഇതൊരു സാധാരണക്കാരനാണ്. ഇവർ ഒരു കാതിലൂടെ കേൾക്കുന്നത് മറ്റേ കാതിലൂടെ പുറത്തുവിടുന്നു. നന്മയായാലും തിന്മയായാലും ഇവരുടെ ഉള്ളിലൊന്നും നിൽക്കുന്നില്ല. രണ്ടാമത്തെ പാവയുടെ കാതിലൂടെ നൂൽ കടത്തിയപ്പോൾ അത് വായിലൂടെയാണ് പുറത്തു വന്നത്. മന്ത്രി ഇതിനെ അപകടകാരി എന്ന് വിശേഷിപ്പിച്ചു. താൻ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമോ എന്ന് ചിന്തിക്കാതെ വിവേകശൂന്യമായി വിളിച്ചു പറയുന്നവരാണിവർ. വാക്കിന് നിയന്ത്രണമില്ലാത്ത ഇവർ പലപ്പോഴും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. മൂന്നാമത്തെ പാവയുടെ കാതിലൂടെ നൂൽ കടത്തിയപ്പോൾ അത് പുറത്തു വന്നില്ല. എത്ര ശ്രമിച്ചിട്ടും നൂൽ പുറത്തേക്ക് വരാതെ അത് പാവയുടെ ഹൃദയഭാഗത്തേക്ക് ആഴ്ന്നിറങ്ങി. മന്ത്രി പറഞ്ഞു, ഇതാണ് ഉത്തമനായ മനുഷ്യന്റെ പ്രതീകം. ഇയാൾ കേൾക്കുന്ന കാര്യങ്ങൾ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, വിവേകത്തോടെ ചിന്തിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. നല്ല കേൾവിക്കാരാവുക എന്ന പാഠം ഈ കഥ പറഞ്ഞു പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവമാതാവായ വിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നത്, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാണ്. കേൾക്കുന്ന കാര്യങ്ങളെ വെറുതെ വിട്ടുകളയാതെയും അനാവശ്യമായി വിളിച്ചു പറയാതെയും ആത്മീയമായ ഉൾക്കാഴ്ചയോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിൻ്റെ മകുടോദാഹരണമാണ് വിശുദ്ധ മറിയം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ വാക്കുകൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവർക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം അവരെ ശ്രദ്ധിക്കുക എന്നതാണ്. വിധിരഹിതമായും വിലയിരുത്തലുകളില്ലാതെയും നിശബ്ദമായി ഒരാളെ കേൾക്കാൻ സാധിക്കുന്നത് വലിയൊരു പുണ്യമാണ്. കേട്ടതൊക്കെ വിളിച്ചു പറയുന്നവരോട് ആരും മനസ്സ് തുറക്കില്ല. എന്നാൽ കേൾക്കുന്നവന്റെ ഹൃദയം ഒരു സുരക്ഷിത താവളമാണെന്ന് തിരിച്ചറിയുമ്പോൾ മനുഷ്യരവിടെ ആശ്വാസം കണ്ടെത്തുന്നു. മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന നല്ല കേൾവിക്കാരായി നമുക്ക് മാറാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരാരുമില്ലാതെ വഴിയരികിൽ ഞാൻ നിരാലംബനായി കിടന്ന നേരം, ആരാരുമില്ലാതെ വഴിയരികിൽ ഞാൻ നിരാലംബനായി കിടന്ന നേരം, എൻ മുറിപ്പാടുകൾ സർവവും നീക്കി നീ സ്നേഹത്തിൻ തൈലമെന്നിൽ പൂശിയില്ലേ. എൻ മുറിപ്പാടുകൾ സർവവും നീക്കി നീ സ്നേഹത്തിൻ തൈലമെന്നിൽ പൂശിയില്ലേ. നല്ല ശമര്യനാമെൻ ദൈവമേ, നിൻ മഹാസ്നേഹം ഓർത്തിടുന്നു. നല്ല ശമര്യനാമെൻ ദൈവമേ, നിൻ മഹാസ്നേഹം ഓർത്തിടുന്നു. എൻ മനോഭാരങ്ങൾ ഏറ്റെടുത്തെന്നെ നിൻ പുത്രനായി സ്വീകരിക്കൂ. എൻ മനോഭാരങ്ങൾ ഏറ്റെടുത്തെന്നെ നിൻ പുത്രനായി സ്വീകരിക്കൂ. നല്ല ശമര്യനാമെൻ ദൈവമേ.